നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച ആറാട്ടോടെ കൊടിയിറങ്ങും. ഇന്ന് വൈകിട്ട് പള്ളിവേട്ട ചടങ്ങുകൾ നടക്കും. ക്ഷേത്രോത്സവ കലാവിരുന്നിൽ നടന ചാരുത തീർത്ത് ചലച്ചിത്ര താരം നവ്യ നായർ. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയായനി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടങ്ങോട് മൂക്കില പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു ജെസിബിയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. വാർത്തയിൽ ആദ്യം ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച ആറാട്ടോടെ കൊടിയിറങ്ങും. രാവിലെ പള്ളിക്കുറുപ്പുണർത്തലോടെയാണ് ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കുക. കണിക്കോപ്പുകളും പശുക്കിടാവിനെയും ക്ഷേത്രത്തിലൊരുക്കും. ആറാട്ടുനാളിൽ ശ്രീകോവിലിൽ നിർമ്മാല്യ ദർശനവും വാകചാർത്തുമില്ല. വൈകിട്ട് 4:30 തന്ത്രി പഞ്ചലോഹ വിഗ്രഹം കൊടിമരത്തിന് സമീപം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. അവിടെയാണ് ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം. എഴുന്നള്ളിപ്പിന് ആദ്യം അകമ്പടിയാകുന്ന പഞ്ചവാദ്യം ക്ഷേത്രക്കുളത്തിന്റെ വടക്കുഭാഗത്ത് അവസാനിക്കും. തുടർന്ന് മേളം തുടങ്ങും. സങ്കട നിവൃത്തി ചടങ്ങ് കഴിഞ്ഞ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലൂടെ ആറാട്ട് കടവിലേക്ക് നീങ്ങും. ആറാട്ടിന് ശേഷം ഭഗവതി കെട്ടിൽ ഉച്ചപൂജ നടക്കും. കിഴക്കേ ഗോപുരത്തിലൂടെ തിരിച്ചെത്തി 11 ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി ഉത്സവം കൊടിയിറങ്ങും. ഗുരുവായൂർ ക്ഷേത്രോത്സവ കലാവിരുന്നിൽ നടന ചാരുത തീർത്ത് ചലച്ചിത്ര താരം നവ്യ നായർ. തിങ്കളാഴ്ച വൈകിട്ടാണ് നവ്യ നായരുടെ ഭരതനാട്യം മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. നന്ദനത്തിലെ ഗുരുവായൂരപ്പ ഭക്തയായ ബാലാമണിയായി പ്രേക്ഷക ഹൃദയം കവർന്ന നവ്യ ഭരതനാട്യ ചുവടുകളിലൂടെ ഉത്സവ കലാവിരുന്നിൽ ആസ്വാദക മനം കവർന്നു. നവ്യ നായരുടെ നൃത്താവതരണത്തോടെ നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്ക് സമാപനമായി. തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതിയുടെ AN ജനാർദ്ദനൻ പിള്ള സ്മാരക പുരസ്കാരം അരിയന്നൂർ ഉണ്ണികൃഷ്ണന്. തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതിയുടെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന AN ജനാർദ്ദനൻ പിള്ളയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ ജനാർദ്ദന പുരസ്കാരത്തിനാണ് പ്രശസ്ത അക്ഷരശ്ലോക കലാകാരൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അർഹനായത്. അക്ഷരശ്ലോക പ്രസ്ഥാനത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ളതാണ് പുരസ്കാരം. അക്ഷരശ്ലോക രംഗത്ത് പതിറ്റാണ്ടുകളായി സജീവമായ ഉണ്ണികൃഷ്ണൻ റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. അക്ഷരശ്ലോകത്തെയും ഭാഷയെയും വൃത്തത്തെയും ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. 2025 ഏപ്രിൽ 5, 6 തീയതികളിൽ നടക്കുന്ന തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതിയുടെ 50ാം വാർഷികത്തിന്റെ സമാപന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കേച്ചേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേച്ചേരി ആളൂർ റോഡിലുള്ള പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയായനി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്ത് പണം കവർന്നു. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും മോഷണം പോയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓഫീസിന്റെ വാതിലും അലമാരയും ഭണ്ഡാരങ്ങളുടെ പൂട്ടും കമ്പിപ്പാര പോലെയുള്ള ആയുധം ഉപയോഗിച്ച് തിക്കിയാണ് തുറന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെ പൂജാകർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി പുത്തില്ലത്ത് വാസുദേവൻ എമ്പ്രാന്തിരിയും ക്ലർക്ക് രാജനും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ക്ഷേത്രഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് P. മണികണ്ഠൻ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. രാവിലെ 5:30 മേൽശാന്തി വന്നപ്പോഴാണ് തുറക്കാൻ നോക്കിയപ്പോഴാണ് വാതിലിന്റെ മുകളിൽ ഇങ്ങനെ പൂട്ടിട്ടപ്പോൾ പ്രശ്നം തോന്നി. നേരെ പടിഞ്ഞാറ് നടക്കിൽ പോയപ്പോഴാണ് അത് തുറന്നിറക്കണം കണ്ടു. പിന്നെ ക്ഷേത്രം ക്ലർക്കും പിന്നെ ഞാനും നോക്കിയപ്പോഴാണ് വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നത് ഭണ്ഡാരങ്ങൾ പൊളിച്ചിട്ട നിലയിലും കണ്ടത്.
ശേഷം സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? 2 ഭണ്ഡാരം കുത്തി പൊളിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 8,000 റുപ്യോളം പോയിണ്ടാവും. പിന്നെ ദേവിയുടെ ഒരു മുഖപ്പുണ്ട് വെള്ളി കൊണ്ട് തീർത്തിട്ടുള്ളത്. അത് ഏകദേശം 40,000 റുപ്യോളം വിലയുണ്ട് അതിന്. പിന്നെ ഇന്നലത്തെ ഒരു ക്യാഷ് 4,800 റുപ്യ ക്യാഷുണ്ട്. പിന്നെ ഒരു 5,000 റുപ്യ കോയിനായിട്ട് പറയ്ക്കേണ്ട ആവശ്യം വെച്ചിട്ടുള്ളതാണ്. അത് 8 കോയിൻ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡിലെ സെന എന്ന പട്ടിയും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷണ സംഘം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് എന്നാണ് കരുതുന്നത്. മോഷണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിൽ തുറന്നാണ് സംഘം മടങ്ങിയിട്ടുള്ളത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് മൂക്കിലെ പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു JCBയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പള്ളിമേപ്പുറം മൂക്കിലെ പീടിക പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി വൻതോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത്. മണ്ണുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനങ്ങൾ പോലീസ് പിന്തുടർന്ന് പിടികൂടി. SI TK സിലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിതേഷ്, AC വിഷ്ണുജിത്ത്, ജിനേഷ് മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചിറ്റണ്ട വരവൂർ പാതയിൽ സ്വകാര്യ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവറായ വല്ലച്ചിറ സ്വദേശിക്കും ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വരവൂർ വലിയകത്ത് ഷെരീഫ്, യാത്രികരായ ഷെരീഫിന്റെ മാതാവ് മിസ്രിയ, ഭാര്യ ജസീല, മകൾ ഫസീഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂങ്ങോട് നിലപ്പനപ്പാറ ക്വാറിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കുണ്ടന്നൂരിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും വരവൂരിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും മറിഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മിസ്രിയ, ജസീല എന്നിവരെയും വാൻ ഡ്രൈവറെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ഷെരീഫിനെയും മകൾ ഫസീഹയെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാത അകലാട് ഒറ്റയിനിയിൽ ബൈക്ക് തെന്നിമറിഞ്ഞ യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ അവയൂർ സ്വദേശി കല്ലൂരായിൽ 45 വയസ്സുള്ള അബൂബക്കറിനാണ് പരിക്കേറ്റത്. ഇയാളെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് രാജ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 10 ഗജവീരന്മാർ അണിനിരന്നു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷങ്ങൾ നടന്നത്. ഞായറാഴ്ച ക്ഷേത്രത്തിൽ നവകം, പഞ്ചഗവ്യം, ക്ഷേത്രശുദ്ധി എന്നിവയും വൈകിട്ട് മാതൃസമിതിയുടെ തിരുവാതിരക്കളി, ഭക്തിഗാനാർച്ചന, കുട്ടികളുടെ നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രം പൂജാരി അനിൽ മേപ്പറമ്പത്തിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഭഗവതിക്ക് പാലഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയായി. വൈകിട്ട് 6 മണി മുതൽ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള 9 പ്രാദേശിക കമ്മിറ്റികളുടെ ആനപൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. 7:40 കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 10 ഗജവീരന്മാർ അണിനിരന്നു. ശുഗപുരം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടായിരുന്നു. തുടർന്ന് ആചാരവേലവരവ്, മരം കൊട്ടിപ്പാട്ട്, പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, തെയ്യം, തിറ, പൂതൻ, മറ്റ് നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി കോടത്തും ബ്രിഗേഡിയർ ക്ലബിന്റെ ഗാനമേളയും നന്ദനമാരാരുടെ തായമ്പകയും ഉണ്ടായിരുന്നു. രാത്രി പൂരമാവർത്തനവും കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ദേവീസന്നിധിയിൽ നടന്നു വന്നിരുന്ന കളംപാട്ടിന് കൂറവലിച്ചതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഷാജി, സെക്രട്ടറി ഘോഷ്കുമാർ, ജോയിന്റ് സെക്രട്ടറി പ്രഭാത് മുല്ലപ്പള്ളി എന്നിവരും ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി.
മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചാവക്കാട് താലൂക്ക് കമ്മിറ്റി ഇഫ്താർ സംഗമവും പുതുവസ്ത്ര വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റ് ഷൈൻ റിലീഫ് വിതരണ ഉദ്ഘാടനവും സുലൈമാൻ അസ്ഹരി റമദാൻ പ്രഭാഷണവും ജില്ലാ സെക്രട്ടറി അബ്ദുൾ ജമാൽ ലഹരി വിരുദ്ധ പ്രഭാഷണവും നടത്തി. ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത ജമാൽ പെരുമ്പാടി, AT ഇബ്രാഹിംകുട്ടി, പത്തേമാരി നോവൽ രചയിതാവ് ഷെരീഫ് ഇബ്രാഹിം, യുവ സംവിധായകൻ ഫൈസൽ നവാസ് എന്നിവരെ ആദരിച്ചു. താലൂക്ക് പ്രസിഡന്റ് ജമാൽ തിരുനെല്ലി അധ്യക്ഷനായി. അൻവർ അറയ്ക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബഷീർ കാരയിൽ നന്ദിയും പറഞ്ഞു. അബ്ദു തടാകം, ഷെഗീർ ഖാദരി, സംസ്ഥാന സമിതി അംഗം AD ഷാനവാസ്, ജില്ലാ ട്രഷറർ മുസ്താഖ് എന്നിവർ സംസാരിച്ചു. NT ഹാഷിം, C ബദറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റണ്ട വരവൂർ പാതയിൽ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ മറിഞ്ഞ പിക്കപ്പ് വാനിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ തൊടുപുഴ കുമരമംഗലം സ്വദേശികളായ രാജി അരുൺ, ഇർഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂങ്ങോട് ക്വാറിക്ക് സമീപത്ത് വെച്ച് ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തിങ്കളാഴ്ച വൈകിട്ട് സ്വകാര്യ ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് റോഡരികിലേക്ക് മാറ്റിയിട്ടിരിക്കുകയായിരുന്ന പിക്കപ്പ് വാനിൽ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റ 2 പേരെയും വടക്കാഞ്ചേരി 108 ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, സന്ദേശം എന്നിവയ്ക്ക് മുളയം STV സെമിനാരി വൈസ് റെക്ടർ ഫാദർ ഷിൻഡോ തോമ്പിയിൽ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് തിരുപ്രദക്ഷിണം, ലതീഞ്ഞ് നൊവേന, തുടർന്ന് പള്ളിയിൽ ഊട്ടുസദ്യയും ഉണ്ടാകും. പള്ളി വികാരി ഗ്ലാഡ്രിൻ വട്ടക്കുഴി, ജനറൽ കൺവീനർ ലാസർ, കൈക്കാരന്മാരായ AM തോമസ്, ജോസ്മോൻ എന്നിവർ നേതൃത്വം നൽകും. പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട കർഷകർക്ക് കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ, കൃഷി അസിസ്റ്റന്റ് PA ഷാജിമോൻ, MC ജിമോൻ, വാർഡ് മെമ്പർമാർ, ADSC മെമ്പർമാർ തുടങ്ങിയ കർഷക സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് FPO പ്രവർത്തകർ നേതൃത്വം നൽകി. ആണവോർജ്ജം സുസ്ഥിരമായ നാളേക്ക് എന്ന വിഷയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദേശീയ സെമിനാർ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ ഫിസിക്സ് വിഭാഗം, ഇന്ത്യൻ ന്യൂക്ലിയർ സൊസൈറ്റി, അറ്റോമിക് എനർജി റിട്ടയറീസ് അസോസിയേഷൻ എന്നിവരുമായി ചേർന്നാണ് ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ആണവോർജ്ജ സാധ്യതകൾ ആരോഗ്യമേഖലയിലെ ഗവേഷണങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ശാസ്ത്രജ്ഞൻ Dr. K ഭാസ്കരൻ പിള്ള വ്യാഴാഴ്ച രാവിലെ 10-ന് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ 15ഓളം ശാസ്ത്രജ്ഞർ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദഗ്ധരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ആണവോർജ്ജ മേഖലയിലെ ഗവേഷണ സാധ്യതകളെക്കുറിച്ചും ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനുള്ള അവസരവും സെമിനാറിനോടനുബന്ധിച്ചുണ്ടാകും. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ Dr. VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ശ്രീകൃഷ്ണ കോളേജ് .ac.in എന്ന വെബ്സൈറ്റിലൂടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച കാലത്ത് നേരിട്ടും രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ Dr. PS വിജോയ്, ബാർഗ് റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ S. കൃഷ്ണപ്രസാദ്, AERA പ്രസിഡന്റ് Dr. KK സുരേന്ദ്രനാഥൻ, Dr. A. വേണുഗോപാൽ, SYMP കോർഡിനേറ്റർ Dr. പ്രവീൺ കുമാർ രാജ, കൺവീനർ Dr. TR ഗോവിന്ദൻകുട്ടി, Dr. R. വിഷ്ണു എന്നിവർ പങ്കെടുത്തു. എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി എടക്കഴിയൂർ RPMM UP സ്കൂളിലെ ഹരിതസേന വിദ്യാർത്ഥികൾ പഞ്ചവടി കടൽ തീര ശുചീകരണ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക KT ഷബീന ഉദ്ഘാടനം ചെയ്തു. കടൽത്തീര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗ്രീൻ ഹാബിറ്റേറ്റിൽ കൺസർവേഷൻ ഫീൽഡ് ഡയറക്ടർ സലിം I ഫോക്കസ് ക്ലാസ് എടുത്തു. സ്കൂൾ ഹരിതസേന കോർഡിനേറ്റർ ഫഹ്മിദ ടീച്ചർ നേതൃത്വം നൽകി. അധ്യാപകരായ സ്നേഹ, നജീബ് എന്നിവർ സംസാരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ 2ാം 10 പൂർത്തീകരണത്തിലേക്ക് കടക്കുമ്പോൾ ബദർ ദിനത്തെ അനുസ്മരിച്ച് ലോക ഇസ്ലാം മതവിശ്വാസികൾ. റമളാൻ 17-ന് മദീനയ്ക്കടുത്ത ബദർ പ്രദേശത്ത് നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നത്. മുഹമ്മദ് നബി സ്വന്തമായി നയിച്ച ആദ്യത്തെ വിശുദ്ധ യുദ്ധമാണ് ബദർ. ഈ യുദ്ധത്തിലെ വിജയത്തോടെയാണ് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ശക്തമായി തീർന്നത്. ആ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ബദർ ദിനം. സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദ് നബി അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടാണ് ബദറിൽ ഏറ്റുമുട്ടിയത്.
നബിയും 300-ൽ പരം അനുയായികളും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് 1000-ഓളം വരുന്ന പടയങ്കിധാരികളായ സൈനിക വ്യൂഹത്തോട് ഏറ്റുമുട്ടി വിജയം നേടിയെന്നാണ് ചരിത്രം. സത്യമത പ്രബോധനത്തിന്റെ പേരിൽ അടിച്ചമർത്തൽ നേരിട്ട നബിയും അനുചര സംഘവും ആത്മരക്ഷാർത്ഥം മദീനയിലേക്ക് പലായനം നടത്തി. എന്നാൽ പലായനം ചെയ്ത മുസ്ലിങ്ങളുടെ വീടും സമ്പാദ്യവും കൊള്ളയടിച്ച് മൂലധനമാക്കി മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ശത്രുക്കൾ അണിയറയിൽ കരുനീക്കങ്ങൾ നടത്തി. ഇതറിഞ്ഞ പ്രവാചകൻ സിറിയയിൽ നിന്ന് മദീന വഴി കച്ചവടം കഴിഞ്ഞുപോകുന്ന ഖുറൈശികളെ തടഞ്ഞ് ശത്രുവിന്റെ സാമ്പത്തിക ശേഷി കുറയ്ക്കണമെന്ന് തീരുമാനിക്കുകയും അതുവഴി മുസ്ലിങ്ങളുമായി സന്ധിക്ക് ശത്രുക്കൾ മുതിരുമെന്നും കരുതി. എന്നാൽ ഈ നീക്കമറിഞ്ഞ ഖുറൈശികൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പടയൊരുക്കി. മക്കയിൽ നിന്ന് 1000-ഓളം യോദ്ധാക്കൾ നബിയെയും സംഘത്തെയും ലക്ഷ്യമാക്കി പുറപ്പെടുകയും ഒടുവിൽ ബദറിൽ വെച്ച് അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതായിരുന്നു ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം. വിശ്വാസവും നിശ്ചയദാർഢ്യവും നൽകിയ അതുല്യ വിജയവും അതിലുപരി വർഗ വർണ്ണബോധത്തിന്റെയും ഗോത്രഗർവിന്റെയും വക്താക്കൾക്കെതിരിൽ സത്യമതാദർശശാലികൾ നേടിയ വിജയസ്മരണയാണ് ബദർ. ബദർ ദിനത്തിൽ വിശ്വാസികൾ വീടുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും മൗലിദ് പാരായണങ്ങളും ഇഫ്താർ മീറ്റുകളും സംഘടിപ്പിക്കാറുണ്ട്. മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണവും നടത്താറുണ്ട്. കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികനെ മർദ്ദിച്ചതായി പരാതി. ആനായിക്കൽ സ്വദേശിയും മുൻ വായുസേന PT ഓഫീസറുമായ 32 വയസ്സുള്ള നിവേദിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ചെവിയുടെ കേൾവിശക്തി കുറയുകയും പുറത്തുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. പോർക്കളയങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ചീരംകുളം ദേശം പൂരാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങളും റെഡ് ആൻഡ് റെഡ്സ് പൂരാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങളും തമ്മിൽ രാത്രി 8:30-ഓടെ സംഘർഷം നടന്നിരുന്നു. ഇവരെ പിടിച്ചുമാറ്റാനെത്തിയ തന്നെ റെഡ് ആൻഡ് റെഡ്സ് അംഗങ്ങൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റ നിവേദ് കൃഷ്ണനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ പൂരം നടക്കിൽ കൊട്ടുന്നതിന് വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് തന്നെ അവർ സമയം കഴിഞ്ഞിട്ടും കുറച്ച് പേർ അവിടെ നിൽക്കുകയും ഞങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടായി. ആ സമയത്ത് പോലീസുകാർ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അനുവദിച്ച ടൈം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാണ്ടിമേളത്തിന് വരികയും ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് അവരൊരു 10-30ഓളം പേര് വരുന്ന ആൾക്കാർ വന്നിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിൽ എൻ്റെ ചെവിയുടെ മുകളിലൊക്കെ ഇടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചെവിയിൽ നിന്ന് ബ്ലഡൊക്കെ വന്നു. ഞങ്ങളെ പിടിച്ചു മാറ്റാൻ വന്ന പോലീസുകാരൻ്റെ അവർ ഞങ്ങൾ മർദ്ദിച്ചതിന് ശേഷം അവർ പോലീസുകാരുടെ അടുത്ത് അക്രമം അഴിച്ചുകൂടെ ഉണ്ടായത്. അവർക്കും കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പോലീസുകാർ. ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുത് എന്ന പ്രമേയവുമായി വെൽഫെയർ പാർട്ടി പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കരീം മുടവത്തേൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് അണ്ടത്തോട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് PK അക്ബർ സമാപന പ്രസംഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സാദിഖ് തറയിൽ സ്വാഗതവും അബൂബക്കർ നാട്ടുരുചി നന്ദിയും പറഞ്ഞു. ഹുസൈൻ മടപ്പൻ, ജലാൽ ചമ്മന്നൂർ, ഉമ്മർ കടിക്കാട്, സിറാജ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് മേരീസ് കുടുംബ യൂണിറ്റിന്റെ വാർഷിക യോഗം നടത്തി. കണ്ണനായ്ക്കൽ റെജി പൗലോസിന്റെ ഭവനത്തിൽ നടന്ന വാർഷികം വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വാർഷികത്തിൽ യൂണിറ്റ് അംഗങ്ങളിൽ 80 വയസ്സ് കഴിഞ്ഞ യൂണിറ്റ് അംഗങ്ങളെയും വിവാഹ ജീവിതത്തിൽ 30 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെയും തൃശൂർ ഭദ്രാസന കലോത്സവത്തിൽ ജൂനിയർ കലാപ്രതിഭയായ ലെന മരിയ സിജോ, JSSLC +2 SSLC വിജയികൾ എന്നിവരെയും ആദരിച്ചു. പുലിക്കോട്ടിൽ കുഞ്ഞൻ ജിജു നൽകിയ ഉപഹാരങ്ങൾ ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിതരണം നടത്തി. യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും ലേലം വിളിയും ആവേശമായി. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് KV സണ്ണി, സെക്രട്ടറി റെജി K പൗലോസ്, ജോയിന്റ് സെക്രട്ടറി ലിനി റെജി, ട്രഷറർ സിമി സിംസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നോടെ വാർഷികം സമാപിച്ചു. വാർഷിക യോഗത്തിൽ പള്ളി ട്രസ്റ്റി CU ശലമോൻ അധ്യക്ഷനായി. സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ CV ഷാബു എന്നിവർ സംസാരിച്ചു. റെജി K പൗലോസ് സ്വാഗതവും KV സണ്ണി നന്ദിയും പറഞ്ഞു. വൃക്കരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ കാരവാൻ ക്യാമ്പ് സംഘടിപ്പിച്ചു.
സംഘടിപ്പിക്കുന്നു. മാർച്ച് 23 ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെന്റ് ജോസഫ് പാരിഷ് ഹാളിലാണ് ക്യാമ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 76 98 15 99 46 15 99 38 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8250 രൂപ, പവന് 66000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ. ചരമം ചാവക്കാട് ഫർക്ക കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സെക്രട്ടറിയായിരുന്ന കോട്ടപ്പടി പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ കോമളവല്ലി ടീച്ചർ നിര്യാതയായി. 75 വയസ്സായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പാളായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സ്മിത, സബിത, സന്ധ്യ എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ചൊവ്വല്ലൂർ കുര്യൻ മകൻ സൈമൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സിനി, സനൽ എന്നിവർ മക്കളാണ്. തയ്യൂർ അപ്പോഴത്ത് മുകുന്ദൻ നായർ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. ചിങ്ങപ്പുരത്ത് കളത്തിൽ രാജമ്മ ഭാര്യയാണ്. നായരങ്ങാടി വയലത്തൂർ കല്ലിങ്ങൽ വീട്ടിൽ ബുള്ളറ്റ് മോമാലി എന്ന മുഹമ്മദ് അലി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം വയലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുഹറ ഭാര്യയും ഗഫൂർ, താഹിർ, തൗഫീഖ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച ആറാട്ടോടെ കൊടിയിറങ്ങും. ഇന്ന് വൈകിട്ട് പള്ളിവേട്ട ചടങ്ങുകൾ നടക്കും. ക്ഷേത്രോത്സവ കലാവിരുന്നിൽ നടനചാരുത തീർത്ത് ചലച്ചിത്ര താരം നവ്യ നായർ. കേച്ചേരി പെരുമണ്ണ പിഷാരിക്കൽ കാർത്തിയാനി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടങ്ങോട് മുഖ്യല പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു JCBയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.